എല്ലാവർക്കും ബയോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ബയോളജിയിലെ പ്ലാൻ കിങ്ഡം എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ പ്ലാൻ ഗ്രൂപ്പായ ആൽഗകൾ അഥവാ പായലുകളെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. എല്ലാവരും ക്ലാസ്സുകൾ കണ്ടു അത് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ആദ്യ പ്ലാൻ ഗ്രൂപ്പായ ആൽഗകളുടെ പ്രത്യേകതകളും അവയുടെ റീപ്രൊഡക്ഷനും എക്കണോമിക് ഇമ്പോർട്ടൻസും മനസ്സിലാക്കാം. പോകാം വീഡിയോയിലേക്ക്. ആൽഗ ആൽഗ എന്ന് പറയുന്നത് സസ്യവർഗത്തിലെ പ്ലാൻ ഗ്രൂപ്പിലെ ഏറ്റവും താഴ്ന്ന ചെടികളാണ്. ഏറ്റവും ലോവർ പ്ലാന്റ്സുകളാണ്. കൂടുതലും അക്വാട്ടിക് ആണ്, അതായത് ജലാശയങ്ങളിൽ കാണപ്പെടുന്നവരും പ്രത്യേകിച്ച് ഒരു പ്ലാൻ ബോഡി എന്ന ഭാഗം ഇല്ലാത്തതുമാണ്. അതായത് അവരുടെ പ്ലാൻ ബോഡിക്ക് സസ്യഭാഗത്തിന് സാധാരണ ചെടികളെ പോലെ റൂട്ട്, സ്റ്റെം, ലീഫ് എന്നിവ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്ലാൻ ബോഡിയെ താലസ് എന്നാണ് അറിയപ്പെടുന്നത്. താലസ് ഉള്ളവരാണ്, അതായത് താലോയിഡ് ഗ്രൂപ്പുകളാണ് ആൽഗകൾ എന്ന് പറയുന്നത്. ആൽഗ ആർ ക്ലോറോഫിൽ ബിയറിംഗ് സിമ്പിൾ താലോയിഡ്, ദാറ്റ് മീൻസ് അൺഡിഫറൻഷിയേറ്റഡ് പ്ലാൻ ബോഡി ഇൻറ്റു സ്റ്റെം, റൂട്ട്, ലീവ്സ് എക്സെട്ര. ക്ലോറോഫിൽ ഹരിതകം അടങ്ങിയിരിക്കുന്ന ഏറ്റവും താഴ്ന്ന തരം സിമ്പിൾ ആയിട്ടുള്ള താലോയിഡ് പ്ലാൻ ബോഡി ഉള്ളവരാണ്. സ്റ്റെം എന്നോ റൂട്ട് എന്നോ ലീഫ് എന്നോ ഇല്ലാത്ത ആദ്യത്തെ പ്ലാൻ ഗ്രൂപ്പുകളാണ് ആൽഗ എന്ന് പറയുന്നത്. ദേ ആർ ഓട്ടോട്രോഫിക് ആൻഡ് ലാർജ്ലി അക്വാട്ടിക്. ഇവര് ഓട്ടോട്രോഫിക് ആണ്, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നവരാണ്. ആൻഡ് അക്വാട്ടിക് ഹാബിറ്ററ്റിൽ കാണപ്പെടുന്നവരാണ്, ജലാശയങ്ങളിൽ കാണപ്പെടുന്നവരാണ്. ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ, ശുദ്ധജലത്തിലും കടൽ വെള്ളത്തിലും കാണപ്പെടുന്നവരാണ് ആൽഗകൾ എന്നറിയപ്പെടുന്നത്. ദേ ഒക്കർ ഇൻ എ വെറൈറ്റി ഓഫ് അതർ ഹാബിറ്റാറ്റ്സ് ലൈക്ക് മോയിസ്റ്റ് സ്റ്റോൺസ്, സോയിൽസ് ആൻഡ് വുഡ്. എന്നാൽ കരപ്രദേശത്തും ഈ ആൽഗകൾ വളരുന്നുണ്ട്. അതായത് ഈർപ്പമുള്ള കല്ലുകളിലും മണ്ണുകളിലും തടികളിലും ആൽഗകൾ വളരുന്നുണ്ട്. Some of them also occur in association with the fungi and they are called as lichen and also found in animals. Example on sloth beer. എന്നാൽ ചില ആൽഗകൾ ഫംഗസുമായി ചേർന്ന് സിംബയോട്ട് റിലേഷൻ കാണിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ, ലൈക്കൺ എന്ന് പറയും. ആ ലൈക്കണിനകത്ത് ആൽഗകളും ഫംഗസും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫംഗസിനോട് ചേർന്ന് മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബയോട്ട് റിലേഷൻ കാണിക്കുന്ന ആൽഗകളുണ്ട്. അതിന് എക്സാമ്പിൾ ലൈക്കൺ. അതുപോലെ ചില അനിമൽസിന്റെ രോമത്തിൽ പറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ അവരുടെ ശരീരത്ത് പറ്റിപ്പിടിച്ചും ആൽഗകൾ കാണപ്പെടുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് പോളാർ സ്ലോത്ത് ബിയർ. പോളാർ റീജിയനിൽ കാണപ്പെടുന്ന ഹിമക്കരടിയെ കൊണ്ടല്ല, അവരുടെ രോമത്തിൽ പറ്റിപ്പിടിച്ച് ആൽഗകൾ വളരുന്നുണ്ട്. The form and size of algae is highly variable, ranging from colonial forms like volvox and the filamentous forms like Eulothrix and Spirogyra. അതായത് ഇവയുടെ സൈസ് വളരെ വ്യത്യാസമാണ്. അതായത് എല്ലാ ആളുകളുടെയും സൈസ് ഒരുപോലെയുള്ള മൈക്രോസ്കോപ്പി മുതൽ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ജൈന്റ് ആയിട്ട് വളരുന്ന ആളുകൾ കാണപ്പെടുന്നുണ്ട്. ചില ആളുകൾ മൈക്രോസ്കോപ്പിക് ആണെങ്കിലും കോളനിയൽ ടൈപ്പാണ്, കോളനി ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് സെല്ലുകൾ ചേർന്ന് ഒരു കോളനി പോലെ, ഒരു പന്ത് പോലെ, ഒരു ബോള് പോലെ കൂട്ടമായി കാണപ്പെടുന്ന ആളുകളുണ്ട്. ഈ ചിത്രം നോക്കുക, എക്സാമ്പിൾ വോൾവോക്സ്. അപ്പൊ വോൾവോക്സ് എന്ന് പറയുന്നത് ഒരു കോളനിയൽ ആൽഗയാണ്, കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഫിലമെന്റ് പോലെ, നീണ്ട തണ്ട് പോലെ കാണപ്പെടുന്ന ആൽഗകളുണ്ട്. എക്സാമ്പിൾ യൂളോത്രിക്സും സ്പൈറോഗേറും. ചിത്രങ്ങൾ ശ്രദ്ധിക്കുക, യൂളോത്രിക്സും സ്പൈറോഗേറും. ഈ രണ്ടും ഫിലമെന്റുകൾ, സെല്ലുകൾ ചേർന്നുള്ള നീണ്ട ഫിലമെന്റുകൾ പോലെയാണ് കാണപ്പെടുന്നത്. സ്പൈറോഗേറയ്ക്ക് ആ പേര് വരാൻ കാരണം അതിനകത്ത് സ്പൈറൽ ആകൃതിയിൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അത് വഴിയെ പറയുന്നതായിരിക്കും. A few of the marine forms such as kelps form massive plant body. എന്നാൽ ചില മറൈൻ ആളുകളുണ്ട്, കടലിൽ കാണപ്പെടുന്ന ആളുകളിൽ ജൈന്റ് ആയിട്ട് വളരുന്ന, ഭീമാകാരമായിട്ട് വളരുന്ന ആളുകളായിരിക്കും. അത്തരം ആളുകളെ വിളിക്കുന്ന പേരാണ് കെൽപ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ പിന്നീട് പറയുന്നുണ്ട്, മാക്രോസിസ്റ്റിസ് എന്നാണ് എക്സാമ്പിൾ. കുറച്ച് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഭീമാകാരമായിട്ട് വളരുന്ന, വലിയ സൈസിൽ വളരുന്ന ആൽഗകളും നമ്മുടെ വെള്ളത്തിൽ കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, റീപ്രൊഡക്ഷൻ ഓഫ് ആൽഗ. ആൽഗകളുടെ റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും 3 തരത്തിലാണ്: വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈ 3 രീതിയിലും ആൽഗകൾ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നോക്കാം. പ്രധാനമായിട്ടും എല്ലാ ആൽഗകളിലും ചേർത്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അല്ല, എല്ലാ ആൽഗകളിലും ജനറൽ ആയിട്ട് കാണപ്പെടുന്ന വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് ഇപ്പോൾ പറയുന്നത്.
മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു വെജിറ്റേറ്റീവ് മെത്തേഡാണ് ഫ്രാഗ്മെന്റേഷൻ. അതായത് അവരുടെ താലസ് പ്ലാന്റ് ബോഡി ഏതെങ്കിലും സാഹചര്യത്തിൽ ചെറിയ ചെറിയ ബിറ്റുകളായിട്ട്, കഷ്ണങ്ങളായിട്ട്, ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ നടന്നാൽ, അതായത് മുറിഞ്ഞു പോയാൽ ഓരോ ഫ്രാഗ്മെന്റ്സും പിന്നീട് വളർന്ന് പുതിയ ആളുകളായിട്ട് മാറും. ദ വെജിറ്റേറ്റീവ് റീപ്രഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ, ഈച്ച് ഫ്രാഗ്മെന്റ് ഡെവലപ്സ് ഇൻ എ താലസ്. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവരുടെ താലസ് മുറിഞ്ഞു പോവുകയും അത് മുറിഞ്ഞു പോകുന്ന ഓരോ ഫ്രാഗ്മെന്റ്സ് പിന്നീട് വളർന്ന് വലുതായി പുതിയ ആളുകളായിട്ട് മാറുകയും ചെയ്യും. എല്ലാത്തരം ആളുകളിലും മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു വെജിറ്റേറ്റീവ് മെത്തേഡാണ് ഫ്രാഗ്മെന്റേഷൻ. വൺവേർഡിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അലൈംഗിക പ്രത്യുത്പാദനം. ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യാതെ മറ്റ് ഏതെങ്കിലും തരത്തിൽ പുതിയ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണല്ലോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ സ്പോറുകളുടെ രൂപത്തിലായിരിക്കും പുതിയ ജനറേഷൻ ഉണ്ടാകുന്നത്. സ്പോർ മീൻസ് ചെറിയ രേണുക്കൾ, പൊടി പോലെ കാണപ്പെടുന്ന സ്ട്രക്ചർ ആയിരിക്കും. ചില കേസിൽ തിക്ക് വാൾഡ് കവറിങ് കാണപ്പെടും, പ്രൊട്ടക്റ്റീവ് കവറിങ് ഒക്കെ ഉള്ളതായിരിക്കും സ്പോറുകൾ എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. Asexual reproduction is by the production of different types of spores, the most common being the zoospores. കാരണം വെള്ളത്തിലാണല്ലോ, ജലാശയങ്ങളാണല്ലോ ആളുകൾ കാണപ്പെടുന്നത്. അപ്പോൾ വെള്ളത്തിലായിട്ടുള്ള ആളുകളിൽ കൂടുതലും കാണപ്പെടുന്ന ഒരു അസെക്ഷൽ മെത്തേഡാണ് സൂസ്പോർ. സൂ മീൻസ് മോട്ടൈൽ, സ്പോർ മീൻസ് സ്പോർ. മോട്ടൈൽ സ്പോർ, ചലിക്കാൻ കഴിയുന്ന സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടല്ല ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് അസെക്ഷൽ എന്ന് പറയാൻ കാര്യം. ഒരു പ്രത്യേക അറകൾക്കുള്ളിൽ, സൂസ്പൊറാഞ്ചിയം എന്ന അറകൾക്കുള്ളിൽ പ്രത്യേകതരം സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ടാണ് സൂസ്പോറുകൾ ഉണ്ടാകുന്നത്. മെച്ചർ ആകുമ്പോൾ ഈ സൂസ്പോറുകൾ പുറത്തോട്ട് റിലീസ് ചെയ്യുകയും ഓരോ സ്പോറും വളർന്ന് പുതിയ അഡൾട്ട് ഓർഗാനിസമായിട്ട് മാറുകയും ചെയ്യും. കൂടുതലും അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിൽ ഉള്ളത് കൊണ്ടാണ് സൂസ്പോറുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഫ്ലജല്ല ഉള്ള സ്പോറുകളായിരിക്കും, അതുകൊണ്ടാണ് ചലിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മോട്ടൈൽ സ്പോർ എന്ന പേര് വന്നത്. ദ ഫ്ലജലേറ്റഡ് മോട്ടൈൽ സ്പോർ ആർ കളക്റ്റീവ്ലി കാൾഡ് സൂസ്പോർ. ഈച്ച് സ്പോർ ഗിവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ് ഓൺ ജെർമിനേഷൻ. ഈ ഓരോ സ്പോറുകളും ജെർമിനേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റുകളായിട്ട് മാറുകയും ചെയ്യും. സെക്ഷൽ റീപ്രഡക്ഷൻ, ഇതിനെപ്പറ്റി ഒരു ക്ലാസ് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തു. ഇത് മാത്രം, അതായത് സെക്ഷൽ റീപ്രഡക്ഷന്റെ 3 ടൈപ്പ്, ഐസോഗമി, അനൈസോഗമി, ഊഗമി, ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് കൂടി ഉൾപ്പെടുത്തിയേക്കാം, കാണാത്തവർ കാണുക. സെക്ഷൽ റീപ്രഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 2 ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു സൈഗോട്ട് ഉണ്ടാകുന്നത്. പിന്നീട് ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പ്രത്യേകതര സ്പോറുകൾ ഉണ്ടാവുകയും ആ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് പുതിയ താലസ് അല്ലെങ്കിൽ ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. സെക്ഷൽ റീപ്രഡക്ഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദ ഫ്യൂഷൻ ഓഫ് 2 ഗ്യാമീറ്റ്സ്. 2 ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യും. ആ 2 ഗ്യാമീറ്റ് ഒരേ താലസിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിഫറന്റ് താലസിൽ ഉണ്ടാകാം, എങ്ങനെ വേണം ഉണ്ടാകാം. അങ്ങനെ ഡിഫറന്റ് ഗ്യാമീറ്റുകൾ, മെയിൽ ഫീമെയിൽ പോലുള്ള ഗ്യാമീറ്റുകൾ ഉണ്ടാവുകയും ആ ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്ത് ആദ്യം സൈഗോട്ട് ഉണ്ടാവുകയും സൈഗോട്ടിൽ നിന്നും പ്രത്യേകതര സ്പോർ ഉണ്ടായി പിന്നീട് അത് വളർന്ന് പുതിയ ഓർഗാനിസം ആവുകയും ചെയ്യും. ഈ സെക്ഷൽ റീപ്രഡക്ഷൻ 3 തരത്തിലാകാം: ഐസോഗമി, അനൈസോഗമി, ഊഗമി. എന്തായിരുന്നു ഐസോഗമി? സിമിലർ ഗ്യാമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രത്യേകതയാണ്. അതായത് ഒരേ സൈസിലുള്ള ഗ്യാമീറ്റുകളായിരിക്കും. ദർ ഇസ് നോ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഓർ ഫീമെയിൽ. ഇവിടെ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല, അതുകൊണ്ടാണ് പ്ലസ് മൈനസ് എന്ന സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കേസിൽ രണ്ടും ഫ്ലജലേറ്റഡ് ആണ്, രണ്ടും മോട്ടൈൽ ഗ്യാമീറ്റ്സ് ആകാം. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് നോക്ക്, 2 നോൺ മോട്ടൈൽ ആകാം. അതായത് 2 മോട്ടൈൽ ആയിട്ടുള്ള സെയിം ഗ്യാമീറ്റുകളോ അല്ലെങ്കിൽ 2 നോൺ മോട്ടൈൽ ആയിട്ടുള്ള സെയിം ഗ്യാമീറ്റുകളോ ഫ്യൂസ് ചെയ്യുന്നതിന് ഐസോഗമി എന്നും അത്തരം ഗ്യാമീറ്റുകളെ ഐസോഗ്യാമസ് എന്നും പറയാറുണ്ട്. പിന്നെ എക്സാമ്പിൾ ആണ് ഫ്ലജലേറ്റിന് എക്സാമ്പിൾ ആണെങ്കിൽ യൂറോത്രിക്സ്, നോൺ മോട്ടൈൽ എക്സാമ്പിൾ ആണെങ്കിൽ സ്പൈറോഗാമ. ഇത് രണ്ടും ഐസോഗ്യാമസ് കാണിക്കുന്നവരാണ്. എന്നാൽ അനൈസോഗമിയുടെ പ്രത്യേകത എന്താണ്? ഒരു മെയിൽ ഗ്യാമറ്റ് ചെറുതും ഒരു ഫീമെയിൽ ഗ്യാമറ്റ് വളരെ വലുതുമായിരിക്കും. സൈസിൽ വ്യത്യാസമുണ്ട്, എന്നാൽ രണ്ടും മോട്ടൈലാണ്. രണ്ടും ചലിക്കുകയും സൈസ് മാത്രം വ്യത്യാസമുള്ള ഗ്യാമീറ്റുകളെ അനൈസോഗ്യാമീറ്റ്സ് എന്നും അവയുടെ ഫ്യൂഷനെ അനൈസോഗമി എന്ന് പറയും. എക്സാമ്പിൾ യുഡോറിന എന്ന ആൽഗ. മൂന്നാമത്താണ് കോമൺ ആയിട്ട് എല്ലാ ജീവികളിലും മനുഷ്യർ ഉൾപ്പെടെ നടക്കുന്ന ഊഗ്യാമസ്. അതായത് മെയിൽ ഗ്യാമീറ്റ് സ്മാൾ ആയിരിക്കും, മോട്ടൈൽ. ഫീമെയിൽ ഗ്യാമീറ്റ് ലാർജ്, സ്റ്റേഷനറി ഓർ നോൺ മോട്ടൈൽ ആയിരിക്കും. അങ്ങനെ സ്ട്രക്ചറിലും ഫംഗ്ഷനിലും ഒക്കെ വ്യത്യാസമുള്ള 2 ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നതിനെ ഊഗമി എന്നും ആ ഗ്യാമീറ്റുകളെ ഊഗ്യാമസ് എന്നും പറയും. എക്സാമ്പിൾ ഫ്യൂക്കസ് ആൻഡ് നേരത്തെ പറഞ്ഞ കോളൻ ടൈപ്പ് ആയ ഓൾബോക്സ്. നെക്സ്റ്റ്
വാട്ട് ആർ ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ? സാമ്പത്തിക നേട്ടങ്ങൾ, ആൽഗകൾ കൊണ്ടുള്ള നമുക്കുള്ള ഉപയോഗങ്ങൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ്? അറ്റ്ലീസ്റ്റ് എ ഹാഫ് ഓഫ് ദ ടോട്ടൽ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഓൺ എയർ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ആൽഗെ ത്രൂ ഫോട്ടോസിന്തസിസ്. അതായത് കരയാണോ കടലാണോ കൂടുതലായിട്ടുള്ളത്? കടൽ തന്നെയാണ്. അപ്പൊ കരയിലുള്ള പ്ലാന്റ്സിനേക്കാൾ കൂടുതൽ ഫോട്ടോസിന്റെ കപ്പാസിറ്റി ഉള്ളത് കടലിലുള്ള ആൽഗകൾക്കായിരിക്കും. ഏകദേശം മൊത്തം ഫോട്ടോസിന് എടുക്കുകയാണെങ്കിൽ, അതായത് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ എന്ന് പറയാം, അതിന്റെ പകുതിയിൽ കൂടുതൽ, ഭൂമിയിലുള്ള ടോട്ടൽ കാർബൺ ഡയോക്സൈഡിന്റെ പകുതിയിൽ കൂടുതലും ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസിലൂടെ ചെയ്യുന്നത് കടലിലുള്ള ആളുകൾ തന്നെയാണ്. ആൽഗെ ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. എന്നാൽ ഈ ആൽഗകൾ മനുഷ്യർക്ക് പല വിധത്തിലാണ് ഉപയോഗപ്രദമായിട്ടുള്ളത്. Being photosynthetic, they increase the level of dissolved oxygen in their immediate environment. അതായത് അവർ വളരുന്ന ചുറ്റുപാടിൽ, ജലാശയങ്ങളിൽ ഡിസോൾഡ് ഓക്സിജന്റെ അളവ്, വെള്ളത്തിലുള്ള ഓക്സിജന്റെ അളവ് കൂട്ടുന്നത് ഈ ആളുകളുടെ ഫോട്ടോസിന്റെ ഫലമായിട്ടാണ്. കടലിലുള്ള അല്ലെങ്കിൽ മറ്റു വെള്ളത്തിലുള്ള ജീവികൾക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നത് ആളുകളുടെ ഫോട്ടോസിന്റെ ഫലമായിട്ടാണ്. ഡിസോൾഡ് ഓക്സിജൻ കിട്ടുന്നത് ആ ഒരു പ്രക്രിയയിലൂടെയാണ്. They are of paramount importance as primary producers of energy-rich compounds, which form the base of food cycles of all aquatic animals. നമ്മുടെ കരപ്രദേശത്തെ ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് ഗ്രീൻ പ്ലാന്റ്സുകളിൽ നിന്നും, അതായത് ഡയറക്റ്റ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. പിന്നെ ഈ പ്ലാന്റ്സിനെ തിന്നുന്നത് വഴി ഓരോ ജീവജാലങ്ങളിലേക്ക് എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. അതാണല്ലോ ഫുഡ് ചെയിൻ. എന്നാൽ കടലിലെ ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുത്തെ ആദ്യത്തെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസർ എന്നറിയപ്പെടുന്ന ആൽഗകളിൽ നിന്നായിരിക്കും. കരയിലാണെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് ആണ് പ്രൈമറി പ്രൊഡ്യൂസർ. കടലിലാണെങ്കിൽ അവിടുത്തെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആരായിരിക്കും? ആൽഗകളാണ്. ആൽഗകൾ പലതരത്തിലാകാം. മൈക്രോസ്കോപ്പിക് ആൽഗകൾ മുതൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന മാക്രോസ്കോപ്പിക് ആൽഗകളും പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. Many species of Porphyra, Laminaria, Sargassum are among the 70 species of marine algae used as food. ഏകദേശം 70ഓളം സ്പീഷീസുകൾ ആളുകളിലെ പോർഫൈറ പോലുള്ള, ലാമിനേറിയ പോലുള്ള, സർഗാസം പോലുള്ള ആളുകളെ ഫുഡായിട്ട് എഡിബിൾ പർപ്പസിനോട് ഉപയോഗിക്കുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസിൽ സലാഡ് ഉണ്ടാക്കാനും മറ്റ് പല കാര്യങ്ങൾക്കും ആൽഗകളെയാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം 70 സ്പീഷീസോളം ആൽഗകളെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Certain marine brown and red algae produce large amount of hydrocolloids, that means water holding substances. Example, algin from brown algae and carrageen from red algae, which are used commercially. അതായത് ജെല്ലി മെറ്റീരിയൽ, വാട്ടർ ഹോൾഡ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതായത് ഹൈഡ്രോകൊളോയിഡ്സ്. ഇങ്ങനെയുള്ള ഹൈഡ്രോകൊളോയിഡ്സ് പല ആളുകളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്നുണ്ട്. അത് പല പ്രോഡക്ട്സ് ഉണ്ടാക്കാനും കൊമേഴ്സ്യലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബ്രൗൺ ആളുകൾ നിൽക്കുന്ന ആൽഗി, അതുപോലെ റെഡ് ആളുകൾ നിൽക്കുന്ന കരാജിൻ, ഈ രണ്ട് മെറ്റീരിയലും വാട്ടറിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു ജെല്ലി ലൈക്ക് മെറ്റീരിയൽസ് ആണ്. ഇതിന്ന് വ്യാവസായികമായിട്ട് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. കോസ്മെറ്റിക്സ് ഉണ്ടാക്കാൻ, ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കാൻ, അതൊരു പേസ്റ്റ് ഒക്കെ നെറ്റിയെടുക്കുമ്പോൾ ഒരു ജെല്ലി പോലെ ഇരിക്കുന്ന ഒരു സ്റ്റെബിലൈസർ മോഡിൽ ഇരിക്കാൻ സഹായിച്ചത് ഇതേപോലുള്ള മെറ്റീരിയൽ ചേർക്കുന്നുണ്ടാണ്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള ജെല്ലി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ഇറങ്ങുന്ന പലതിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസ് ചേർത്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള ആൽഗയിൽ നിന്നെടുക്കുന്ന ജെല്ലി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ഫുഡ്, ചോക്ലേറ്റ്സ് ഉൾപ്പെടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ജെല്ലി മെറ്റീരിയൽസിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെയുള്ള മറ്റൊരു ജെല്ലി മെറ്റീരിയലാണ് അഗർ. അഗർ, one of the commercial products obtained from Gelidium and Gracilaria, are used to grow microbes and in preparations of ice creams and jellies. ഈ അഗർ എന്ന മീഡിയം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ടിഷ്യൂ കൾച്ചർ ഓർത്താൽ മതി. ടിഷ്യൂ കൾച്ചർ എന്ന് അറിയാമോ? കുഞ്ഞ് ടെസ്റ്റ് ട്യൂബിലും കോണിക്കൽ ഫ്ലാസ്കിലൊക്കെ അല്ലെങ്കിൽ കുപ്പികളിലൊക്കെ ഒരു ജെല്ലി മെറ്റീരിയലിനകത്ത് വാഴയും ഓർക്കിഡൊക്കെ പൊടിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? വേരില്ലാതെ അല്ലെങ്കിൽ മണ്ണില്ലാതെ കുഞ്ഞു കുപ്പികൾക്കുള്ളിലൊക്കെ ഒരു പ്രത്യേക ഒരു ജെല്ലി പോലത്തെ മെറ്റീരിയലിനകത്ത് ചെടികൾ വളർത്തിയെടുക്കുന്ന ടെക്നിക്കില്ലേ? അതിനുവേണ്ടി ആ ഒരു ജെല്ലി മെറ്റീരിയലായിട്ട് എടുക്കുന്നത് അഗർ എന്ന ഒരു ജെൽ സബ്സ്റ്റൻസ് ആണ്. ഇത് എടുക്കുന്നത് ജെലീഡിയം, ഗ്രാസിലേറിയ തുടങ്ങിയ റെഡ് ആളുകളിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് അഗർ മീഡിയം ചോദിച്ചാൽ ജെലീഡിയം, ഗ്രാസിലേറിയ രണ്ടും റെഡ് ആളുകളാണ്. റെഡ് ആളുകളിൽ നിന്ന് എടുക്കുന്ന ജെലീഡിയം, അതായത് ജെലീഡിയം, ഗ്രാസിലേറിയ പോലുള്ള റെഡ് ആളുകളിൽ എടുക്കുന്ന അഗർ മെറ്റീരിയലാണ് എമൽസിഫയർ ആയിട്ടും ഐസ്ക്രീംസിലും ജെല്ലീസിലും അതുപോലെ മൈക്രോബ്സിനെ വളർത്താൻ പത്തോളജി ലാബുകളിലും ഉപയോഗിക്കുന്നുണ്ട്. ബാക്ടീരിയ കൾച്ചർ ചെയ്യാനൊക്കെ ബാക്ടീരിയകൾ വളർത്തിയെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള ജെല്ലി
മെറ്റീരിയൽസിലാണ് ബാക്ടീരിയകളെ കൾച്ചർ ചെയ്യുന്നത്. ബാക്ടീരിയകളെ കൾച്ചർ ചെയ്യുന്ന മീഡിയമായിട്ടും അതുപോലെ ഐസ്ക്രീംസിലും ജെല്ലീസിലൊക്കെ നേരത്തെ പറഞ്ഞ ജെല്ലി അപ്പിയറൻസ് കിട്ടാൻ വേണ്ടി അഗർ അഗർ ചേർക്കുന്നുണ്ട്. ക്ലോറല്ല, എ യൂണിസെല്ലുലാർ ആൽഗെ റിച്ച് ഇൻ പ്രോട്ടീൻസ് ഈസ് യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെന്റ് ഈവൻ ബൈ സ്പേസ് ട്രാവലേഴ്സ്. ക്ലോറല്ല എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ മൈക്രോസ്കോപ്പിക് ആൽഗയാണ്, ഗ്രീൻ ആൽഗയാണ്. ഇതിൽ പ്രോട്ടീൻ കണ്ടന്റ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ക്ലോറല്ലെ കൾച്ചർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് പ്രോട്ടീൻ എക്സ്ട്രാക്ട് എടുക്കാൻ പറ്റും. ഈ പ്രോട്ടീനെ പൗഡർ ആക്കി ഇന്ന് ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിക്കുന്നുണ്ട്, എസ്പെഷ്യലി സ്പേസ് ട്രാവലേഴ്സ്. ഇപ്പൊ സുനിത വില്യംസ് പോലുള്ള സ്പേസ് ട്രാവലേഴ്സ് സ്പേസ് ഷട്ടിലൊക്കെ ജീവിക്കുന്ന കാര്യം നമുക്ക് അറിയാലോ. അപ്പോൾ സ്പേസിൽ അവർ ജീവിക്കുന്നെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഫുഡ്, അവർക്ക് അവിടെ പോയിട്ട് ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതുപോലുള്ള മൈക്രോബ്സിന്റെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന ചില പ്രോട്ടീനുകളാണ് അവർ സ്ഥിരമാ ഫുഡായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ക്ലോറല്ല മാത്രമല്ല സ്പൈറുലിന മറ്റു മൈക്രോസ്കോപ്പിക് ഓർഗാൻസിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലോറല്ലയാണ്. ക്ലോറല്ല പോലുള്ള മൈക്രോസ്കോപ്പിക് ആളുകളിൽ നിന്നെടുക്കുന്ന ചില പ്രോട്ടീൻ സപ്ലിമെന്റ് ഫുഡായിട്ട് സ്പേസ് ട്രാവലേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ആൽഗിൻ, ബ്രൗൺ ആൽഗിൻ, ദെൻ കെരാറ്റിൻ ഡാഷ്. എക്കണോമിക് ഇമ്പോർട്ടൻസിൽ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ അല്ലെ. ആൽഗിൻ എടുക്കുന്നത് ബ്രൗൺ ആൽഗിൻ ആണെങ്കിൽ കെരാറ്റിൻ എടുക്കുന്നത് റെഡ് ആൽഗിൻ. തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം, ബ്രൗൺ ആൽഗെ ആൽഗിൻ, റെഡ് ആൽഗെ ഡാഷ് എന്ന് വെച്ചാൽ കെരാറ്റിൻ വരും. എങ്ങനെ വേണോ ചോദിക്കാം. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ആൻസർ റെഡ് ആൽഗെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈവൻ ദോ ആൽഗെ ആർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഓൺ അക്വാട്ടിക് എക്കോസിസ്റ്റം, man is benefited by algae in a variety of ways. Write any 4 points in favor of this statement. ആൽഗകൾ നമ്മുടെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെ പ്രൈമറി പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യന് വളരെ പല രീതിയിൽ ആളുകൾ ഉപയോഗപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏതെങ്കിലും 4 പോയിന്റ് എഴുതി ഈ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫേവർ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ ആണ് ചോദിച്ചിരിക്കുന്നത്. പല തവണ ആളുകളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ട്. ആളുകളിൽ നിന്ന് ആകെ ചോദിച്ചിരിക്കുന്നത്, ജനറൽ ക്യാറ്റഗറീസിന് ആകെ ചോദിച്ചിരിക്കുന്നത് ഈ എക്കണോമിക് ഇമ്പോർട്ടൻസിന് കൂടുതൽ, പിന്നെ ഇങ്ങനെ ഒരു കൊണ്ടുവരും. ബാക്കി പോർഷൻസ് എല്ലാം ഇനി വരാൻ പോകുന്ന ടോപ്പിക്കുകളിൽ നിന്നാണ്. പിന്നെ അതുപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് എല്ലാ പ്ലാൻ ഗ്രൂപ്പും ആളുകൾ ഉൾപ്പെടുത്തിയിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ വോൾ ബോക്സ് ഇപ്പുറത്തെ കോളത്തിലെ ആൽഗയായിരിക്കും. വോൾ ബോക്സ് എന്ന് കേൾക്കുമ്പോഴേ കോളനിയിൽ ആൽഗയാണ് ആൽഗ. അങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരാറുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് വെച്ചാൽ ഞാൻ പറഞ്ഞ പോയിന്റുകളിൽ ഏതെങ്കിലും 4 എഴുതിയാൽ, ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ട്, മൊത്തം ഞാൻ വായിക്കുന്നില്ല. നമ്മൾ കുറച്ച് മുമ്പാണ് ഇപ്പൊ അത് വായിച്ച് ഡിസ്കസ് ചെയ്തത് അല്ലേ. അത് ടോട്ടൽ കാർബൺ ഡൈഓക്സൈഡ് ഫിക്സേഷൻ ചെയ്യുന്നതും അതിന്റെ ഹാഫ് ചെയ്യുന്നത്, പകുതിയോളം ചെയ്യുന്നത് ആരാണ്? ആൽഗയാണെന്ന് എഴുതാം. അല്ലെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ കൂട്ടുന്ന എഴുതാം. 70 സ്പീഷീസോളം എഡിബിൾ ആണെന്ന് എഴുതാം. അതുപോലെ തന്നെ ആൽഗിന്റെയും കെരാറ്റിൻ ഐസ്ക്രീമിലും എമൽസിഫയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന എഴുതാം. അഗർ അഗറിന്റെ കേസ് എഴുതാം. അങ്ങനെ ഏതെങ്കിലും ഒരു സ്പേസ് ട്രാവലേഴ്സിന്റെ കാര്യം എഴുതാം. ഏതെങ്കിലും ഒരു 4 പോയിന്റ് നിങ്ങൾ പഠിച്ച് എഴുതുക. ഇത്രയുമാണ് ആൽഗകളുടെ ജനറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആൽഗകളുടെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സിന്റെ അകത്ത് എക്കണോമിക് ഇമ്പോർട്ടൻസും റീപ്രൊഡക്ഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ആളുകളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസും പിന്നെ കെരാറ്റിൻ പോലുള്ള കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആളുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.